അന്റെ വീട്ടുപേരെന്താന്ന് പറഞ്ഞ? മൂത്രക്കുഴി. മൂത്രക്കുഴിയിലോ? സ്ഥലപ്പേര്? കുണ്ടിയറമ്പ്. അന്റെ പേരെന്താന്ന് പറഞ്ഞ? ബിനുഷ ബിനു. അതേലും മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് വിളിച്ചാൻ പറ്റിയൊരു പേരിട്ടല്ലേ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇവിടുന്ന് വന്നുണ്ട് ഈ പന്നി. അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. ചേട്ടോ അല്ലേട്ടാ, ഈ കൊച്ചുകള് പങ്കാളത്തി ചേട്ടൻ ഇത് എവിടെ പോയതാ? നീ ഇന്നലെ പറഞ്ഞില്ല നിന്റെ ഒരു ബ്ലൗസ് കാണാനില്ല. ഞാൻ ഇപ്പൊ രാവിലെ കുളിക്കടവിൽ പോയി ഒന്ന് നോക്കി. എന്ത് ഒരുത്തികളും ഇട്ടിട്ട് ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ പറഞ്ഞ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണാ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി. ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീനെ പറ്റിക്കായിരുന്നല്ലേ. നിന്നെന്ന് ഞാൻ ഇല്ല. ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. എന്താ നിന്റെ ഉദ്ദേശം? അല്ല, എന്താ നിങ്ങൾക്ക് എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിനക്കിപ്പോ എന്താണ് വീട്ടുകാര്യങ്ങളോ കുടുംബകാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ഫുൾ ടൈം ഈ ഫോണിലാണ് നീ? ഞാൻ വീട്ടുകാര്യങ്ങളൊന്നും നോക്കണില്ല അല്ലേ. നീ നോക്കിയാ? ഞാൻ എന്റെ പണി എല്ലാം കഴിഞ്ഞിട്ടാ ഫോണിലിരിക്കുന്നത്. നിന്റെ പണി കഴിഞ്ഞ ഇന്ന് കാലത്തെ നീ എനിക്ക് ചായ തന്നോ? കാലത്ത് ചായ തന്നെങ്കില് ചായ എടുത്തപ്പോഴത്തേനും നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെട്ടു പോയത്? ഞാൻ ദേഷ്യപ്പെട്ടു പോയതാണല്ലോ. നീ സമയത്ത് ചായ തരാത്തല്ല. ഒരു 10 മിനിറ്റ് ചായ കുടിക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞാൽ ആരും ചത്തൊന്നും പോയിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ അതാണ്. അപ്പൊ നിനക്ക് നേരം എടുത്ത ഉടനെ ഫോൺ കയ്യിലില്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണ? അരവണ മലക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ല, അതല്ല. ഈ അണവണ അല്ല, അവഗണന. ആ സാധനം വലിയ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്ക് നാക്ക് പഠിക്കണം. അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ. എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പായി പോകും. നീ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോളൂ. അയ്യോ, എന്റെ മീനവിയയിൽ എന്തായോ എന്തോ. മോനെ വാടാ.